എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മീഡിയം തിക്നെസ് ലൈൻ ഗ്രൂപ്പ് ഓഫ് 2 mm ആർ നോട്ട് യൂസ്ഡ് ഫോർ. മീഡിയം തിക്നെസ് ലൈൻ ഗ്രൂപ്പ് ഓഫ് 2 mm ആർ നോട്ട് യൂസ്ഡ് ഫോർ ഡാഷ് ഔട്ട്ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്. ഇതിൽ ഏതിലാണ് മീഡിയം തിക്നെസ് ലൈൻ ഗ്രൂപ്പ് ഓഫ് 2 mm ആർ നോട്ട് യൂസ്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഔട്ട്ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്. ആദ്യത്തെ 3 ഓപ്ഷൻസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് 2 mm തിക്ക് ലൈൻസ് ആണ്. ഡോട്ടഡ് ലൈൻസ്, ഔട്ട്ലൈൻസ്, കട്ടിംഗ് പ്ലെയിൻ ലൈൻസിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡയമെൻഷൻ ലൈൻസിന് നമ്മൾ 1 mm തിക്ക് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 mm യൂസ് ചെയ്യാത്തത് ഏതാണ്? ഡയമെൻഷൻ ലൈൻസ് ആണ്. സെൻറ്റർ ലൈൻസ്, സെക്ഷൻ ലൈൻസ്, dimension lines, extension lines, construction lines, leader lines, short break lines and long break lines etc. are drawn using 1 mm thick lines. അപ്പോൾ 2 mm തിക്ക് ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്. ഇതിനെല്ലാം നമ്മൾ 2 mm തിക്നെസ് ആണ്. ഡയമെൻഷൻ ലൈനിന് നമ്മൾ 1 mm തിക്നെസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഡയമെൻഷൻ ലൈൻസ്. നെക്സ്റ്റ് വൺ, ഇനീഷ്യൽ വർക്ക് ആൻഡ് കൺസ്ട്രക്ഷൻ ലൈൻസ് ആർ ഡ്രോൺ യൂസിങ് ഡാഷ് പെൻസിൽ. ഇനീഷ്യൽ വർക്കും കൺസ്ട്രക്ഷൻ ലൈൻസും ഒക്കെ ഏത് പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്? 3H, 4H, H ആൻഡ് 2H. ഇനീഷ്യൽ വർക്കും കൺസ്ട്രക്ഷൻ ലൈൻസും നമ്മൾ വരയ്ക്കുന്നത് H പെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. 2H പെൻസിൽ ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്, ആരോ ഹെഡ് എന്നിവയ്ക്കാണ്. 2H പെൻസിൽ ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ് ആൻഡ് ആരോ ഹെഡ്സ്. 3H and 4H are used for center lines and section lines. 3H, 4H സെൻറ്റർ ലൈൻസിനും സെക്ഷൻ ലൈൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ വർക്കും കൺസ്ട്രക്ഷൻ ലൈൻസും വരയ്ക്കുന്നത് H പെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെൻറ്റർ ലൈൻസ് ആൻഡ് സെക്ഷൻ ലൈൻസ് ആർ ഡ്രോൺ യൂസിങ് ഡാഷ് പെൻസിൽ. ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തതല്ലേ. സെൻറ്റർ ലൈൻസ്, സെക്ഷൻ ലൈൻസ് വരയ്ക്കുന്നത് 3H അല്ലെങ്കിൽ 4H പെൻസിൽ വെച്ചിട്ടാണ്. ഔട്ട്ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, സെക്ഷൻ പ്ലെയിൻ ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ് ആൻഡ് ആരോ ഹെഡ്സ് ആർ ഡ്രോൺ യൂസിങ് 2H. These different pencils give different shades which give different importance to the drawing. Okay, അപ്പോൾ ഔട്ട്ലൈൻസും ഡോട്ടഡ് ലൈൻസും ഒക്കെ ഉപയോഗിക്കുന്നത് 2H-ഉം നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? സെൻറ്റർ ലൈൻസും സെക്ഷൻ ലൈൻസും അത് വരയ്ക്കുന്നത് 3H അല്ലെങ്കിൽ 4H പെൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്രോയിങ് പെൻസിൽസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ഇൻക്രീസ് ഇൻ റിലേറ്റീവ് ഡാഷ്. ഡ്രോയിങ് പെൻസിൽസ് എങ്ങനെയാണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്? എന്തിൻ്റെ ബേസിലാണ്? ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യണ ബേസിലാണോ? ഷാർപ്പ്നെസ് ആണോ? ലെങ്ത് ആണോ? ഹാർഡ്നെസ് ആണോ? ഹാർഡ്നെസ് വെച്ചിട്ടല്ലേ. ഡ്രോയിങ് പെൻസിൽസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദി ഇൻക്രീസ് ഇൻ റിലേറ്റീവ് ഹാർഡ്നെസ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ദേ ആർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? H, 2H, 3H, 4H, 5H, 6H. അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ദീസ് ഗ്രേഡ്സ് ആർ യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ആക്യുറേറ്റ്, ക്ലീൻ ആൻഡ് നീറ്റ് ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്യുറസി, ക്ലീനിങ് ഒക്കെ അനുസരിച്ച് ഇരിക്കും അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അക്കോർഡ് ചെയ്യുന്നത് ഗ്രേഡിനെ റിലേറ്റ് ചെയ്യുന്നത് ഹാർഡ്നെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഐസോമെട്രിക് ആക്സസ്. ഐസോമെട്രിക് ആക്സസ് തമ്മിലുള്ള ആംഗിൾ എന്താണ്? Isometric projection is a type of projection in which the 3 dimensions of a solid are not only shown in one view but also their actual sizes can be measured directly from it. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഇതിൻ്റെ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സോളിഡിൻ്റെ അതിൻ്റെ ഡയറക്റ്റ് സൈസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈക്വൽ ആംഗിൾ എക്സിസ്റ്റ് ചെയ്യും ആക്സിസുകൾ തമ്മിൽ. സോ ഫോർ ഈസി മെഷർമെൻറ്റ് 360/3 120 ഡിഗ്രിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഐസോമെട്രിക് ആക്സിസ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ദി റേഷ്യോ ഓഫ് ഐസോമെട്രിക് ലെങ്ത് ടു ട്രൂ ലെങ്ത്. ഐസോമെട്രിക് ലെങ്ത്തിൻ്റെ ട്രൂ ലെങ്ത്തിൻ്റെ റേഷ്യോ എത്രയാണ്? 0.815 ആണ് ദ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് ഐസോമെട്രിക് ലെങ്ത് ടു ട്രൂ ലെങ്ത്, 0.815. ഓക്കെ, നെക്സ്റ്റ്, the lines parallel to the isometric axis are called dash lines. ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിന് എന്താ പറയുക? ഐസോമെട്രിക് ലൈൻസ് അല്ലേ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഐസോമെട്രിക് ആക്സിസ് 120 ഡിഗ്രിയാണ് പറഞ്ഞത്. അതേപോലെ ലൈൻ പാരലൽ ടു ദോസ് ആക്സിസ് എന്ന് പറയുന്നത് ഐസോമെട്രിക് ലൈൻസ് ആണ്. ഓക്സിലറി ലൈൻസ് മേ മേക്ക് ആൻ ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് ഒബ്ലിക് ഈസ് നോട്ട് റിലേറ്റഡ് ഹിയർ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഐസോമെട്രിക് ആക്സിസിന് പാരലലായ ലൈൻസിനെയാണ് നമ്മൾ ഐസോമെട്രിക് ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ പ്ലെയിൻസ് പാരലൽ ടു എനി ഓഫ് ദ 2 ഐസോമെട്രിക് ലൈൻസ് ആർ കോൾഡ്. ഐസോമെട്രിക് ലൈൻസ്, 2 ഐസോമെട്രിക് ലൈൻസിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ എന്താ പറയുക? ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ഐസോമെട്രിക് ലൈൻ. ഐസോമെട്രിക് ലൈനിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ് ഐസോമെട്രിക് പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ്,
The true length of the line is 30 centimeter. Isometric view is drawn. How much is the length reduced? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. റേഷ്യോ ഓഫ് ദി ഐസോമെട്രിക് ലെങ്ത് ടു ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 0.815 ആണ്. ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ആണ്. സോ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത് 30 × 0.815 24.45 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഐസോമെട്രിക് ലെങ്ത് 24.45 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ് നമ്മളോട് കുറഞ്ഞേക്കണേന്ന് ചോദിച്ചേക്കണേ. ഹൗ മച്ച് ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ്? സോ 30 - 24.45 ആൻസർ എന്താ വരും? 5.55 സെൻറ്റിമീറ്റർ ആണ് കുറവ് വരിക. അപ്പോൾ ട്രൂ ലെങ്തിന് ഐസോമെട്രിക് ലെങ്ത്തിലേക്ക് വരയ്ക്കുമ്പോൾ 5.55 സെൻറ്റിമീറ്ററിൻ്റെ കുറവുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ